2018-19 കണ്ട. ഞാൻ നേരെ കൈ മുറിച്ചു. പക്ഷെ ചത്തില്ല, കാലം ലീവായി. രണ്ടാമത് എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അന്നപ്പോ ഞാൻ പിന്മാറി കൊടുക്കല്ലേ ചെയ്തത്. നമ്മള് എന്നെ ഈ ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചതും ഈ കൃഷ്ണന്റെ പേര് വെച്ചിട്ട് തന്നെയാണ്. എന്റെ ലൈഫിൽ എന്ത് നടന്നിട്ടുണ്ടോ അതിന്റെയൊക്കെ മുമ്പിൽ ഈ കണ്ണന്റെ പേര് വന്നിട്ടുണ്ട്. 5-ാം വയസ്സ് തൊട്ടിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. എന്തൊരു കാര്യം വന്നിട്ടുണ്ടോ, നല്ലതായാലും മോശമായാലും ഒക്കെ വന്നിട്ടുണ്ടോ, അതിന്റെ മുമ്പിൽ കണ്ണന്റെ പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ ഹണി ട്രാപ്പുകാരിയാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ അവിടെ തീർക്കാനാ ശ്രമിച്ചത് തന്നെ. കാരണം നമുക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ സമൂഹത്തിന്. ഈ അടുത്തൊരു വിഷയം നടന്നിട്ടില്ല, ഈ ഷിംജിതയുടെ വിഷയം. നേരെ മറിച്ച് ആ സഹോദരൻ മരണപ്പെട്ടിട്ടില്ല എങ്കിൽ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ മുമ്പോട്ട് വരികയായിരുന്നു. ആ സഹോദരൻ മരണപ്പെട്ട, നമ്മളെ നിയമത്തിന് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. ജീവിച്ചിരിക്കുമ്പം കിട്ടാത്ത നീതി നമുക്ക് മരിച്ചു കഴിഞ്ഞതിന് ശേഷം കിട്ടും. ഇതിനു മുമ്പ് ഒരു സഹോദരൻ തൂങ്ങി മരിച്ചു, ഒരു ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ കാരണം. നേരെ മറിച്ച് അവരൊന്നും മരണപ്പെട്ടിട്ടില്ലായിരുന്നു, ഈ സ്ത്രീ വശത്ത് നിൽക്കാനേ ആൾക്കാർ വരുള്ളായിരുന്നു. മരണത്തിലൂടെ നീതി കിട്ടാൻ വേണ്ടിയാണോ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്? പിന്നെ ആ പാവം എന്തിനാ ചേച്ചിയുടെ കാര്യം ചോദിച്ചത്. നമുക്ക് അങ്ങനെ ഒരു സമൂഹത്തിന് നമ്മുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജീവിച്ചിരിക്കുന്ന ആർക്കാണ് നീതി കിട്ടിയത്? നിങ്ങളൊന്ന് പറഞ്ഞോണ്ട, ഒരാളെ പറഞ്ഞാ മതി. വാ മുട്ടിപ്പോയോ? ഇല്ല, പല കേസുകളിലും നീതി കിട്ടിയിട്ടുള്ള പല പല ഇൻസിഡന്റുകളില്ലേ? പലതിലും നീതി കിട്ടിയിരിക്കുന്നു പറയാ. നിങ്ങൾ ഇല്ല, എല്ലാവർക്കും നീതി കിട്ടുന്നെന്ന് ഞാൻ പറയുന്നില്ല. 100-ൽ 1 കിട്ടുമായിരിക്കും, അല്ലേ? ഞാൻ അനുഭവിച്ചതാണത്, ഞാൻ പച്ചക്ക് അനുഭവിച്ചതാണ് ഞാനത്. നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് ഒരു സ്ത്രീക്ക് ഏറ്റവും വേണ്ട മാനമാണ്. ഒരു മാനം പോയൊരു പെണ്ണ് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് മാനം പോയി എന്ന് പറഞ്ഞിട്ടും ആ മാനം കെടുത്തിയ ആളുടെ കൂടെ നിൽക്കാനായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത്, സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് ഞാൻ അവിടെ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ പക്ഷത്ത് നിൽക്കാൻ സ്ത്രീയും പുരുഷനും വരുമായിരുന്നു. എൻ്റെ മാനം കെടുത്തിയവന് കൂടെ നിൽക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട്. മാനം പോയ എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെയും താങ്ങായിട്ട് നിൽക്കാൻ ആരും വന്നില്ല. ഞാൻ കുറ്റക്കാരിയായി. അപ്പൊ അതിനെക്കാട്ടും നമ്മൾ വീണ്ടും വീണ്ടും കുറ്റക്കാരിയാവുന്നതിനെക്കാട്ടും നല്ല സ്വയം അവസാനിപ്പിക്കുന്നതാണ്. അപ്പോഴെങ്കിലും നമ്മുടെ നീതിപീഠം നമുക്ക് മുമ്പിൽ നമുക്ക് നീതിയും ന്യായവും മേടിച്ചു തരും. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ. അപ്പൊ ഇനിയും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുമോ? നമ്മൾ അങ്ങനത്തെ ഒരു മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലും പരിഹാരം കിട്ടിയോ? ജീവിച്ച് കാണിക്കാന്നുള്ളത് ഞാൻ സമൂഹത്തിനോട് അലറി വിളിച്ചു പറഞ്ഞു, ഞാൻ ഹണി ട്രാപ്പുകാരിയല്ല. ആരെങ്കിലും വിശ്വസിച്ചോ? പക്ഷെ നേരെ മറിച്ച് ഞാൻ അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ സത്യാവസ്ഥ അറിയാൻ ഒരുത്തനെങ്കിലും ആ കാതൊന്ന് വെച്ച് തരുമായിരുന്നു. ഒന്ന് കേട്ട് നോക്കാം, ഓള് മരണപ്പെട്ടില്ലേ, എന്തായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്ന്. ഓള് പറയുന്നത് കേൾക്കണ്ട, ഓള് കള്ളത്തരം മാത്രമേ പറയുള്ളൂ, ഓള് ഹണി ട്രാപ്പുകാരി തന്നെ എന്നേ പറയുള്ളൂ. അതാണ് ജീവിതവും ജീവൻ ഇല്ലാത്തതും ജീവനുള്ളതും തമ്മിലുള്ള വ്യത്യാസം. ഇത് 2ാമത്തെ സൂയിസൈഡ് അറ്റംപ്റ്റ്. 3ാമത്തത് ഈ റീസെന്റ് ഒന്ന് നടന്നിട്ടുണ്ട് ഈ ഗുരുവായൂരത്തെ വിഷയത്തിൽ. ഭയങ്കര സെൻസിറ്റീവ് ആണോ? തീർച്ചയായിട്ടും. കാണുന്ന എല്ലാരും പറയും ഭയങ്കര ജാടയാണ്, ഭയങ്കര ഇതാണ്, അഹങ്കാരാണ് എന്നൊക്കെ പറയാറുണ്ട്. അല്ല, 2 മക്കളുള്ളതല്ലേ. ഇപ്പൊ നമ്മളെപ്പോഴും പല പല സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മളുടെ ജീവനും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവനും വേണ്ടി നമ്മൾ നമ്മുടെ ജീവൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഒരിക്കലും ഈ 2 ചെറിയ പിള്ളേരാണ്, സൂയിസൈഡ് ചെയ്യാൻ പാടില്ല. അവർക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പിടിച്ചു നിന്നു എന്ന് വെക്കുക, നമ്മളിപ്പം അവരെ വെച്ചിട്ടാണല്ലോ ഇയാൾ പറഞ്ഞത്. അപ്പൊ നാളെ ഒരിക്കൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നിന്റെ ഉമ്മ ഹണി ട്രാപ്പുകാരിയാണല്ലോ എന്ന് പറയുന്ന ഒരു വാക്ക് എന്റെ മക്കൾ കേൾക്കുന്നതാണോ നല്ലത്, ഒരു ഉമ്മയില്ലാത്ത മക്കളായിട്ട് ജീവിക്കുന്നതാണോ നല്ലത്? നമുക്ക് അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചല്ലോ. നിയമപരമായിട്ടൊക്കെ ശ്രമിച്ചു. എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഞാൻ സൂയിസൈഡിന് ശ്രമിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇന്ന വ്യക്തികൾ കാരണമാണ്, ഇന്നേ വരെ അവർ അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല. ആ സംഭവം നടന്നിട്ട് കുറെ കാലമായി, ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു ആ സൂയിസൈഡ് അറ്റംപ്റ്റ്. പക്ഷെ ഈ പിള്ളേരെ
ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ അപ്പൊ തെറ്റില്ല. ഞാൻ പിള്ളേരൊറ്റക്കാവുന്നതിനേക്കാട്ടിലപ്പുറം ഞാൻ നിരപരാധിയാണ് എന്നുള്ളത് എൻ്റെ പിള്ളേരും കൂടി അല്ലെ സമൂഹവും അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നിരപരാധിത്വം തെളിയിക്കുന്നത്. മറ്റ് ഒരു സൂചി മോഷ്ടിച്ചാലും ATM കുത്തി പൊട്ടിച്ചാലും കള്ളം തന്നെയാണെന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെയാണ് തെറ്റ് ചെയ്യാത്ത ഒരാളാ തെറ്റുകാരി എന്ന് മുദ്ര കുത്തുമ്പം അത് എന്നെ മാത്രമല്ല, എൻ്റെ മാതാപിതാക്കളാ, എൻ്റെ മക്കളാ, എൻ്റെ ഭർത്താവിനെ, ഇവരെയൊക്കെ ബാധിക്കുന്നുണ്ടത്. ഞാൻ ഒരാൾ അവസാനിച്ച് നിന്നാൽ അവർക്കൊക്കെ തലയുയർത്തി നടക്കാം. ഞാനൊരു വ്യക്തി അണഞ്ഞു പോയാൽ അവരൊക്കെ ആളി കത്താൻ പറ്റും. നേരെ മറിച്ച് ഞാൻ അണയാതെ നേരെ മറിച്ച് സംഭവിക്കുകയാണെങ്കിലോ ഇപ്പം നമ്മൾ അണഞ്ഞു എന്നിരിക്കെ ആ കൂട്ടത്തിൽ അവരും അണഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അവരണയില്ല. അവരണഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അവരണയാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത് അവരണയാതിരിക്കാനല്ലേ അവർക്ക് അവരുടെ പപ്പയുണ്ട്, അവർക്ക് ഗ്രാൻഡ് ഉണ്ട്, ഗ്രാൻഡ് പപ്പയുണ്ട്. അമ്മ ഒന്നിനും പകരം ആവൂല. പക്ഷെ അമ്മ തെറ്റുകാരി ആയിട്ട് ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് തെറ്റുകാരി ആണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അവര് വിശ്വസിക്കുന്നില്ലല്ലോ. പക്ഷെ അവരോട് ഓരോരുത്തരും ചെറിയൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കൊടുക്കാനും കൂടി അവര് വളരും. തീർച്ചയായും ഒരിക്കലും മരണത്തെ പ്രോത്സാഹിപ്പിച്ച് ചേച്ചി അന്ന് നീതി ഇട്ടിട്ട് എന്ന് പോയിട്ട് എന്തിനാ എന്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത്? അതെ, എന്റെ മോന് ചോദിക്കാൻ പ്രായമായ സമയത്ത് അവൻ ചോദിച്ചിട്ടുണ്ട്. 2019 അവന് ചോദിക്കാൻ പറ്റിയിട്ടില്ല, ഈ 2024 അവന് ചോദിക്കാൻ പറ്റിയിട്ടില്ല, 26 അവൻ ചോദിച്ചു. എന്തിനമ്മ 27 ചോദിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക നിങ്ങള്? ഇല്ല വിചാരിക്കും. അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്താടോ, നമുക്ക് നീതി കിട്ടും, ന്യായം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ എന്നല്ലേ. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടും നമ്മൾ നീതിപീഠത്തിന് മുമ്പ് എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്നെ 24 hours ഉള്ളിൽ വീട്ടിൽ വന്ന് വിട്ടുന്ന് പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡ് വരെ കൊണ്ടുവന്ന് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എന്നിട്ട് SI പറഞ്ഞെന്താണെന്നറിയോ, ഓനൊന്നും ചെയ്യൂല, ഓൻ പേടിപ്പിക്കുകയുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കാണോ ഓർമ്മ? ഓൻ ചെയ്താൽ നിങ്ങൾ എന്താ പറയാ? അത് കേട്ടപ്പോൾ അയാൾ എന്തോ ഒന്നായിപ്പോയി. ഞാൻ അന്ന് കൊയിലാണ്ടി ന്യൂസുകാർക്ക് ഇന്റർവ്യൂവും കൊടുത്തതാണ്. പോലീസുകാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നാളെ ഞാൻ ഇല്ലാണ്ടായ ഈ പോലീസുകാർ തന്നെ വേണം വീട്ടിൽ വന്നിട്ട് അന്വേഷിക്കാനേ. അതിനെക്കാട്ടി നല്ല അവർക്ക് എന്തെങ്കിലും നടപടി എടുക്കുന്നതാണ്. അത് കേട്ടപ്പോ ഒന്ന് അവര് കേസ് അവിടെ എന്റെ FIR വിട്ടില്ല, ഒരു പരാതി വാങ്ങിയിട്ട് എനിക്കൊരു റെസീറ്റ് തന്നിട്ട് പോകുന്നു. അപ്പൊ ഒരുപാട് ഇങ്ങനെ വധഭീഷണികൾ വരാറുണ്ട്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാറെന്നറിയോ, ഈ ഷിംജിത ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, അതേപോലെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണത്. എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകള് ഈ പറഞ്ഞ തെറി വിളിച്ചിട്ട് കുറെ എണ്ണം വരും, തോന്നിവാസം വിളിച്ചിട്ട് കുറെ എണ്ണം വരും, ഭീഷണിയായിട്ട് കുറെ എണ്ണം വരും. കുറേ പോലീസ് സ്റ്റേഷനിൽ കയറി, ഒരുപാട് കയറി ഇറങ്ങി, ഒരു നീതി ന്യായം എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്ത് ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ഞാൻ ചെയ്യൽ തുടങ്ങി. ഒരുത്തൻ എന്നെ മെസ്സേജ് അയച്ചു, എനിക്ക് നിന്നെ കാണുമ്പോഴേക്ക് എന്തോ തോന്നുന്നുണ്ട്, എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഇതോണം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. നിപ്പില്ലാണ്ട് വിളിക്കുന്ന അവൻ്റെ ഭാര്യ അതൊന്ന് ഡിലീറ്റ് ചെയ്യുമോ, എൻ്റെ വീട്ടിലറിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടായി. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഒരു പെണ്ണല്ലേ, എനിക്ക് മക്കളില്ലേ, അവർക്ക് നാണക്കേടൊന്നും ഇല്ലേന്ന് ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഓൻ വിളിച്ച് മാപ്പ് പറയട്ടെ, ഞാൻ ഡിലീറ്റ് ചെയ്തോളാന്ന് തന്നെ. അപ്പൊ ഇവൻ വിളിച്ചിട്ട് ഇവനോട് ഞാൻ ചോദിച്ചു, നിനക്കൊരു ഭാര്യയല്ലേ, മക്കളില്ലേ, നിനക്ക് ഉളുപ്പുണ്ടോടോ എന്നോട് ഇങ്ങനെ ചോദിക്കാന്? അങ്ങനെ ഒന്നും മിണ്ടാണ്ടെന്ന് ഇവൻ എന്തോന്ന് പറയാൻ വന്നപ്പോൾക്ക് ഇവളപ്പുറത്തുനിന്ന് കോൺഫറൻസ് ഇട്ടതാ, കാക്ക നിങ്ങളോട് മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വിളിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ അതും കൂടി എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്ത് കൊടുത്തു.